Hello, welcome all. 3-day വെബ്സൈറ്റ് ഡിസൈൻ വർക്ക്ഷോപ്പിന്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ വെബ്സൈറ്റിനെ CSS ഉപയോഗിച്ച് എങ്ങനെ സ്റ്റൈൽ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നേരത്തെ പറഞ്ഞതൊന്നുകൂടെ പെട്ടെന്ന് ചെയ്ത് കാണിക്കാം. ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മുടെ വെബ്സൈറ്റിന് വേണ്ടിയിട്ട് ഒരു ഫോൾഡർ വേണം. ആ ഫോൾഡറിനുള്ളിൽ നമ്മുടെ വെബ്സൈറ്റിന്റെ എല്ലാ ഫയലുകളും ഉള്ളത്. വെബ്സൈറ്റിന് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ഡോക്യുമെന്റ്സിന് നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഒരു വെബ്സൈറ്റിന്റെ ഫോൾഡർ ഉണ്ട്, മൈ വെബ്സൈറ്റ്സ് എന്ന് പറഞ്ഞ്. ഇവിടെ ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് CSS പേരിട്ടുള്ളൂ. ഓക്കെ, ഫോൾഡർ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഈ ഫോൾഡർ നമുക്ക് നമ്മുടെ IDE അതായത് VS കോഡിൽ ഓപ്പൺ ചെയ്യണം. ഞാൻ VS കോഡ് ഓപ്പൺ ചെയ്യാണ്. അതൊക്കെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഓപ്പൺ ചെയ്യുന്ന കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. ഇത് കാണാത്തവര് ഡേ 1 വർക്ക്ഷോപ്പ് കാണുക. CSS ഓപ്പൺ ചെയ്യുക. അവിടെ ഫയൽ ഓപ്പൺ ചെയ്യുക. ഫയൽ ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോകും. അവിടെ ഓപ്പൺ ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. നമ്മൾ എവിടെയാണോ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തത് അവിടേക്ക് വരിക. ഞാൻ അവിടെ ഡോക്യുമെന്റ്സിന്റെ മൈ വെബ്സൈറ്റ്സ് എന്ന സംഭവത്തിലാണ്. എന്നൊരു ഫോൾഡറിന്റെ ഉള്ളിലാണ് ഈ വെബ്സൈറ്റിന് വേണ്ടിയിട്ടുള്ള ഫോൾഡർ ക്രിയേറ്റ് ചെയ്തത്. ഇതാണ് മൈ വെബ്സൈറ്റ്. CSS സെലക്ട് ചെയ്യുന്നു. സെലക്ട് ഫോൾഡർ. ഫോൾഡർ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ ഫോൾഡർ ഒന്നായിട്ട് കാണാം. ഇവിടെ നമുക്ക് HTML ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് index.html ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ HTML ടാഗ് ടൈപ്പ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഹെഡ് ടൈപ്പ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ടൈറ്റിൽ ടാഗ് ചെയ്ത് പിന്നെ ബോഡി ടാഗ് ടൈപ്പ് ചെയ്ത് ഇങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ ഇത് നമുക്ക് ഇങ്ങനെ മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ ഇതിന്റെ ബോഡി ക്രിയേറ്റ് ചെയ്ത് ഇതിന്റെ ആ ഒരു ഫുൾ സ്ട്രക്ചർ അതിന്റെ ഒരു ടെംപ്ലേറ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ഷോർട്ട് കട്ട്. അത് HTML വെറുതെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ താഴെ HTML5 എന്ന് കാണിക്കും. ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു വെബ് പേജിന്റെ ടെംപ്ലേറ്റ് നമുക്ക് കിട്ടിക്കഴിയും. ഓക്കെ, അപ്പോൾ ഇന്നലെ പറഞ്ഞിരുന്നു എന്താണ് ഹെഡിന്റെ ഉള്ളിൽ എന്തൊക്കെ വരും, ബോഡിയുടെ ഉള്ളിൽ എന്തൊക്കെ വരും എന്നൊക്കെ. അതായത് ഹെഡിന്റെ ഉള്ളിൽ വിസിബിൾ അല്ലാത്ത കാര്യങ്ങളാണ് ലിങ്ക്സുകളും ടൈറ്റിലൊക്കെ അവിടെയാണ് വരുന്നത്. ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ അഡ്രസ് ബാറിൽ കാണുന്ന ഭാഗമാണ്. അതായത് ഇവിടെ കാണുന്ന ഭാഗം, ഈ മുകളിൽ കാണുന്ന ഇപ്പം മൈ പോർട്ട്ഫോളിയോ എന്ന് കാണുന്നില്ലേ, അതാണ് ഹെഡ്. ഹെഡിങ്ങിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെയാണ് വരുന്നത്. ഹെഡിങ്ങിൽ ടൈറ്റിൽ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, അത് ഹെഡിങ്ങിൽ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇവിടെ കാണത്തില്ല. അതുകൊണ്ടാണ് അതിന് ഇൻവിസിബിൾ എന്നൊക്കെ പറയുന്നത്. ഇവിടെ നമ്മൾ ഡോക്യുമെന്റ് എന്നതിന് പകരം മൈ വെബ്സൈറ്റ് അല്ല, നമ്മുടെ പേര്, നിങ്ങളുടെ പേര് എന്താണോ ടൈപ്പ് പേര് പിന്നെ കൊടുത്തിട്ട് അത് നിങ്ങളുടെ ജോബ് എന്താണോ, ഫ്രീലാൻസ് ആയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇത് വർക്കോ ജോബോ നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണെന്ന് നിങ്ങൾ കൊടുക്കുക. ഞാനിവിടെ നമ്മളിത് ഓപ്പൺ ചെയ്യുന്ന രീതി തന്നെ പറഞ്ഞിരുന്നു. അതിനൊരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതായത് എക്സ്റ്റൻഷൻ വന്നിട്ട് ലൈവ് സെർവർ എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഇതാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ വിത്ത് ടൈപ്പ് സെർവർ കാണാം. ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ,
ഒന്നും നമ്മൾ ബോഡിയിലൊന്നും കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് ബോഡിയിലൊന്നും വന്നിട്ടില്ല. പക്ഷെ നമ്മൾ ടൈറ്റിൽ കൊടുത്ത പേരും ആ ഒരു വർക്കിന്റെ പേരും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ വർക്ക് ചെയ്യുന്നതനുസരിച്ചായിരിക്കും ഇവിടെ വരുന്നത്. നമുക്ക് ആക്കേണ്ടത് എന്തുപോലെയാണെന്ന് നോക്കാം. അതായത് ഇത് കണ്ടല്ലോ, ഫസ്റ്റ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത് ഈ ഒരു പാർട്ടാണ്. ഏതാ? ഒരു പാർട്ട്, അതായത് ഒരു സെക്ഷൻ ഉണ്ട്. ആ സെക്ഷനകത്ത് 2 സെക്ഷനായിട്ട് വരുന്നത്. ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷനും ഒരു പേരും അതിന്റെ ഡിസ്ക്രിപ്ഷനും ഒരു ഫോട്ടോ ഇമേജ് ഇങ്ങനെ വരുന്ന ഒരു പേജാണ്. പേജിന്റെ ഒരു സെക്ഷനാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സർവീസസ് അല്ല, ഇതിന്റെ മുകളിലുള്ള ഈ ഭാഗം. ഓക്കെ, എന്നിട്ട് ഈ കളർ കൊടുത്ത് ഈ സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സെക്ഷൻ എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്, ക്ലിക്ക് ചെയ്യുക, അത് ക്രിയേറ്റ് ചെയ്യുക. സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടെയ്നറാണ്. ആ കണ്ടെയ്നറിന്റെ ഉള്ളിൽ എന്താണ് വരേണ്ടത് നമ്മൾ കൊടുക്കണം. നമ്മുടെ വെബ്സൈറ്റിലെ ഓരോ ഭാഗങ്ങളും ഓരോ സെക്ഷൻ ആക്കാം. നമ്മൾ വെബ്സൈറ്റ് നോക്കുമ്പോൾ ഇതൊരു സെക്ഷൻ, സർവീസസ് ഒരു സെക്ഷൻ ഉണ്ട്. അത് നമ്മുടെ വേറൊരു ബാക്ക്ഗ്രൗണ്ട് അത് കൊടുത്തിരിക്കുന്നത്, കുറച്ച് കാര്യങ്ങളുണ്ട്. അബൌട്ട് മീ എന്ന് പറയുന്ന വേറൊരു സെക്ഷൻ. അപ്പോൾ ഓരോ സെക്ഷൻ ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓരോ സെക്ഷനാണ് ഒരു സെക്ഷൻ എന്ന് പറഞ്ഞ ടാഗിനുള്ളിൽ കൊടുക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഹോം സെക്ഷൻ എന്ന ഒരു സെക്ഷനാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സെക്ഷന് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടെയ്നർ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ ബോഡി ടാഗ് ഒരു കണ്ടെയ്നർ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. HTML ടാഗ് വേറെ കണ്ടെയ്നർ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഉദാഹരണം, HTML ടാഗ് എന്ന് പറയുന്നത് ഒരു അലമാരയുണ്ട്. അലമാരക്കകത്ത് കുറെ ഓരോ പെട്ടിക്കകത്തില്ല. അവർ ഓരോ പെട്ടി, അലമാരക്കകത്ത് വലിയ പെട്ടി ഉണ്ടെങ്കിൽ ആ വലിയ പെട്ടിയൊക്കെ വലിയൊരു പെട്ടി, അതിനകത്ത് നമ്മൾ ചെറിയ ചെറിയ പെട്ടികളിലാക്കി തുടങ്ങും. ആ ഓരോ ചെറിയ ചെറിയ പെട്ടികൾ സെക്ഷൻ എന്ന് വിളിക്കും. ഇനി ഓരോ ചെറിയ പെട്ടിക്കകത്ത് വേറെ പെട്ടികളുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും അത് ഇപ്പം ഡിവ് എന്ന് പറഞ്ഞ നമ്മളൊരു ടാഗ് ക്രിയേറ്റ് ചെയ്താലും ഈ സെക്ഷൻ എന്ന് പറയുന്ന പെട്ടിയുടെ ഉള്ളിൽ അടുത്തൊരു പെട്ടി വന്ന പോലെ ഡിവ് എന്ന് പറയുന്ന ഒരു പെട്ടി വെച്ചത് പോലെ ഞാൻ പെട്ടിയുടെ പെട്ടി വെക്കാം. അങ്ങനെ ഉള്ളിലേക്ക് എന്തെങ്കിലും പെട്ടികൾ അടിക്കടിക്കുന്ന സൗകര്യത്തിനനുസരിച്ച് മാത്രം ആവശ്യം ക്രിയേറ്റ് ചെയ്താൽ മതി. ഞാൻ ക്രിയേറ്റ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഡിവ് എന്ന് പറഞ്ഞാലും ഒരു കണ്ടെയ്നറാണ്, പെട്ടി അഥവാ കണ്ടെയ്നർ. അപ്പൊ സെക്ഷൻ എന്ന് പറയുന്ന ഒരു കണ്ടെയ്നറിന്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ വരണം? ഇപ്പൊ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നിലവിൽ നമ്മൾ ഈ സെക്ഷൻ കൊണ്ട് എന്തെങ്കിലും മാറ്റം നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. സെക്ഷൻ ക്രിയേറ്റ് ചെയ്ത ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. മാറ്റം നമുക്ക് അറിയണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അറിയാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മുടെ ഈ വെബ് പേജിന്റെ ഉള്ളിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്പെക്ട്. അപ്പൊ വേറൊരു പെട്ടി മാത്രമേ ഉള്ളൂ. ആ പെട്ടിക്കകത്ത് ആ പെട്ടിയുടെ ഉണ്ടോ എന്ന് പോലും നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഇൻസ്പെക്ടർ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ടർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു താഴെ ഇങ്ങനെ ഒരു വിൻഡോ വരും. അവിടെ ഇങ്ങനെ ഒരു ആരോ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതിങ്ങനെ കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഒന്നും ഇതിൽ ഷോ ചെയ്യുന്നില്ല. താഴെ നമുക്ക് ഇതിനകത്ത് HTML കാണിക്കും. സെക്ഷൻ ഇത് കൊണ്ടുവരുമ്പോൾ മേളിൽ കാണിക്കുന്നുണ്ട് സെക്ഷൻ എന്ന് പറഞ്ഞൊരു മേളിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ അതിന് വിടുത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിന് വിസിബിൾ അല്ല. അപ്പൊ അതിനെങ്ങനെ വിട്ട് കൊടുക്കാം, അങ്ങനെ അതിന് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം, അതൊക്കെ നമുക്ക് ചെയ്യുന്ന ഭാഗത്തിനാണ് സ്റ്റൈലിംഗ് എന്ന് പറയുന്നത്. സ്റ്റൈലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തിന് നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നു. CSS എന്ന് പറഞ്ഞാൽ ആ സ്റ്റൈൽ ചെയ്യുന്നതിന്റെ വേറൊരു ഭാഗമാണ്. അത് CSS നമുക്ക് വരാം. അതിന് മുമ്പ് നമ്മുടെ HTML നിന്നുകൊണ്ട് തന്നെ എങ്ങനെ സ്റ്റൈൽ ചെയ്യാമെന്ന് നോക്കാം. ഇപ്പൊ സെക്ഷൻ അതിന് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഇതിന്
ഈ ടാഗിനുള്ളിൽ കൊടുക്കുന്ന സാധനങ്ങൾ നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് നോക്കും. അതിൽ നമുക്ക് ഒരു വിഡ്ത്ത് കൊടുക്കാം. വിഡ്ത്ത് 100 px കൊടുത്തു. ഓക്കെ, ഇപ്പൊ 100 px ആയിട്ടുണ്ടാവും. ഓക്കെ, ഹൈറ്റ് 100 px സാമ്പിളായിട്ട് കൊടുക്കുകയാണെങ്കിൽ സാമ്പിളായിട്ട്. ഓക്കെ, ഇനി നമ്മള് ഇവിടെ ഈ കഴ്സർ ഞാൻ കൊണ്ടുവന്ന് ശ്രദ്ധിച്ചോ. ആ കഴ്സർ നമ്മൾ നേരത്തെ ഇൻസ്പെക്ട് ചെയ്ത ആ വിൻഡോയിൽ കൊണ്ടുവന്നിട്ട് അതിന്റെ സെക്ഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മോഡൽ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. പക്ഷെ അതൊന്നും നമുക്ക് വിസിബിൾ അല്ല, ഇവിടെ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ ഒരു സെക്ഷൻ അവിടെ വന്നിട്ടുണ്ട്. അതിന് കളറൊന്നും ഇല്ല, അതുകൊണ്ടാണ് കാണാൻ കഴിയാത്തത്. ഇനി ഞാൻ കളർ കൊടുക്കാം. അപ്പൊ നമ്മൾ സ്റ്റൈലിലെ വിഡ്ത്താണ് കൊടുത്തത്, ഹൈറ്റും കൊടുത്തു. അതിന് കളർ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് കളർ കൊടുക്കണം. വൈറ്റ് കൊടുക്കാൻ അറിയാൻ കഴിയില്ല. ബ്ലാക്ക് അപ്പൊ ബ്ലാക്ക് നമുക്ക് അറിയാൻ പറ്റും. കണ്ടോ, സ്റ്റൈലിംഗ് ആണ്. ഓക്കെ, നമ്മുടെ ചെയ്യേണ്ടത് ഇതാണ് ചെയ്യേണ്ടത്. ഇതിനകത്ത് ഫുൾ വിഡ്ത്ത് എടുത്തിടണം. സൈഡ് അങ്ങനെ ഗ്യാപ്പ് വിട്ടിട്ടില്ല. ഇതിനകത്ത് രണ്ട് സാധനങ്ങളും ഉണ്ട്, രണ്ട് സെക്ഷൻസ് ഇതിനകത്തുണ്ട്. ഒരു സെക്ഷൻ, താഴെ ഇമേജിന്റെ സെക്ഷൻ. മുകളിലത്തെ ഇതിപ്പോ കൂട്ടണ്ട, അത് നെയിം ബാർ എന്ന് പറയും. അത് പിന്നീട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിനകത്തുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സൈഡിലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ആ ഗ്യാപ്പ് നമുക്ക് ഒഴിവാക്കണം. ആ ഗ്യാപ്പ് ഒഴിവാക്കാൻ വേണ്ടി, അതായത് അത് മാർജിനാണ്. നമ്മൾ ഇത് കൊണ്ട് കഴ്സർ കൊണ്ടിരിക്കുമ്പോൾ ഒരു ഓറഞ്ച് നിറം അതിന് ചുറ്റും വന്നതാണ്. അപ്പൊ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ ഓറഞ്ച് നിറം വരുന്ന ഭാഗത്ത് മാർജിനാണ്. ഇത് ഓട്ടോമാറ്റിക്കലി ഇതിനുള്ളൊരു മാർജിനാണ്. ഈ ബോഡിക്ക് ഉള്ളൊരു മാർജിനാണ്, സെക്ഷൻ ഉള്ളതല്ല. ബോഡിക്ക് ഒരു മാർജിൻ ഉണ്ട്. ആ മാർജിൻ നമുക്ക് 0 ആക്കണം. അപ്പൊ അതിന് നമുക്ക് ഹെഡിന്റെ ഭാഗത്തേക്ക് വരണം. ആ മാർജിൻ 0 ആക്കണമെങ്കിൽ, ബോഡിയുടെ മാർജിൻ 0 ആക്കണമെങ്കിൽ ഹെഡിന്റെ ഭാഗത്തേക്ക് വരണം. അല്ലെങ്കിൽ വേണ്ട, ഇപ്പോഴേ ഹെഡിന്റെ ഭാഗത്തേക്ക് വേണ്ട. അത് നെക്സ്റ്റ് സ്റ്റെപ്പാണ്. അങ്ങനെ നമുക്ക് ബോഡി എന്ന് പറഞ്ഞ ടാഗിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാം. ബോഡി നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ബോഡിക്ക് ഡിഫോൾട്ട് ആയിട്ട് ഒരു സ്റ്റൈൽ ഉണ്ട്. ആ സ്റ്റൈലിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ മാർജിൻ വന്നത്. നമുക്ക് നമ്മുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് കൊടുക്കുകയാണ്. അതിനകത്ത് മാർജിൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ എടുക്കുക. മാർജിൻ അത് 0 കൊടുക്കും. ഇപ്പൊ കണ്ടോ, 0 ആക്കിയപ്പോ ഇതിന്റെ മാർജിൻ എന്ന് പോയി. ആ ഓറഞ്ച് കളറൊക്കെ വരുന്നില്ല. കണ്ടോ, ബോർഡിന്റെ ഉള്ളിൽ ഉള്ള സെക്ഷന് ഇപ്പോൾ തന്നെ മാർജിൻ, അതിന് ബോർഡിന്റെ ഉള്ളിലേക്ക് മാർജിൻ വരുന്നില്ല. മാർജിൻ 0. ഇപ്പൊ ഇങ്ങനെ മാർജിൻ 0 ആക്കി വയ്ക്കും. ഇനി നമുക്ക് ഇതുപോലെയാണ് വേണ്ടത്. ടോപ്പ് തൊട്ട് ഇത്രയും സ്പേസ് ഓട്ടോമാറ്റിക്കലി അത് എടുത്തോളൂ. ഞാനിപ്പോ ജസ്റ്റ് ഇവിടെ ഹൈറ്റ് കൊടുത്തെന്ന് പറഞ്ഞാൽ അകത്ത് മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ 0 ആയിട്ടുണ്ട്. അകത്ത് നമ്മൾ വേറെ എന്തൊരു ഒബ്ജക്ട്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെക്ഷനോ ഡിവിഷൻസോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ ഹൈറ്റ് എടുത്തോളൂ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഹൈറ്റ് മാറ്റുകയാണെന്ന് വെച്ചു. ഹൈറ്റ് മാറ്റുകയാണ് എന്ന് വെച്ചു. അപ്പൊ അവിടെ കാണത്തില്ല. മനസ്സിലായി? ഹൈറ്റ് നമുക്ക് ആ സെക്ഷനെ കാണാൻ വേണ്ടി മാത്രമാണ്. ഇപ്പൊ വേറൊരു കണ്ടെയ്നർ മാത്രമാണ്, അതിനകത്ത് ഒന്നുമില്ല. വിഡ്ത്ത് ഇപ്പൊ 100 പിക്സൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് ഈ വിൻഡോയുടെ ഫുൾ വിഡ്ത്തും വേണമെങ്കിൽ 100 px വേണ്ടിയിട്ട് 100% നോക്കാം. വിൻഡോയുടെ ഫുൾ വിഡ്ത്ത് എടുത്തിട്ടുണ്ട്.
നമ്മൾ കൊടുത്തില്ലെങ്കിൽ അത് എടുക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി നമ്മൾ വിട്ട് കൊടുത്തില്ലെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് തന്നെ ഫുൾ വിട്ട് വരും. കാരണം ഈ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു ബ്ലോക്കാണ്. ബ്ലോക്ക് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞായിരുന്നു, അത് വിട്ടെടുക്കും. ആ ബ്ലോക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുൾ വിട്ട് എടുക്കും. ഹൈറ്റ് എടുക്കില്ല, ഹൈറ്റ് നമ്മൾ കൊടുക്കുന്നത് മാത്രമേ എടുക്കത്തുള്ളൂ. വിത്ത് ഫുൾ എടുക്കും. നമ്മൾ വിട്ട് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ ഫുൾ എടുക്കും. അപ്പം 100 പിക്സലിന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ 100 പിക്സൽ മാത്രമേ എടുക്കൂ. പക്ഷേ സ്പേസ് ഫുള്ള്, ആ സെക്ഷന്റെ സ്പേസ് ഫുൾ എടുക്കും. പക്ഷെ ആ സ്റ്റൈൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. ആ വിത്ത് 100 പിക്സലിന്റെ സ്ഥലത്ത് മാത്രമേ അതിന്റെ സ്റ്റൈൽ കാണിക്കത്തുള്ളൂ. 100% ഉള്ളൂ. അപ്പൊ നമ്മൾക്ക് വേണ്ടതുപോലെ തന്നെ അതിന്റെ വെടുത്ത് ഫുൾ എടുത്തു. ഇവിടെ വെടുത്ത് ഫുൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് കൊടുക്കണം. അതായത് ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. നമുക്കിപ്പോൾ ഇങ്ങനത്തെ സംവിധാനം നോക്കാം. ചെറുതാക്കുമ്പോൾ ഇങ്ങനെ ആകും. അതങ്ങനെ വെച്ചേക്കുന്നതാണ്. അതായത് റെസ്പോൺസീവ് ഡിസൈൻ ആവാൻ വേണ്ടിയിട്ട് ചെറുതാക്കുമ്പോഴും ആ ഓരോ ഏത് ഡിവൈസിലാണോ എടുക്കുന്നത് ആ ഓരോ ഡിവൈസിലും ഒപ്റ്റിമൈസ് ആകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പിന്നെ പഠിക്കും. ഇപ്പൊ നമുക്ക് ഇങ്ങനെ എങ്ങനെ ആക്കാൻ നോക്കാം. ഇതുപോലെ ഇവിടെ ഒരു ടെക്സ്റ്റ്, ഇവിടെ ഒരു ഫോട്ടോ. ഇവിടെ ഒരു ടെക്സ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ വേറൊരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. 2 സെക്ഷൻ ഇതിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യണം. ഈ സെക്ഷനുള്ളിൽ 2 സെക്ഷൻ അല്ല, രണ്ട് ഡിവിഷൻ ആക്കാണ്. സെക്ഷന്റെ ഉള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സ് ഡിവിഷൻ എന്നായിരിക്കും പേരിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ സെക്ഷൻ എന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്നില്ല. സെക്ഷൻ എന്ന് കൊടുത്താൽ സെക്ഷൻ തന്നെ വേണമെന്നില്ല, ഡിവിഷൻ എന്ന് കൊടുത്താൽ ഓക്കെയാണ്. പക്ഷെ അതൊരു നല്ലൊരു രീതിയിലാണ്, നല്ലൊരു മെത്തേഡ് ഇങ്ങനെ ചെയ്തതാണ്. ഫുൾ പ്രാക്ടീസിങ് ഈ പറഞ്ഞ രീതിയാണ്. അപ്പോൾ സെക്ഷന്റെ ഉള്ളിൽ വരുന്നേക്ക് ഡിവിഷൻ എന്നായിട്ടാണ് കൊടുക്കുക. അപ്പൊ നമുക്ക് അവിടെ 2 ഡിവിഷൻ വേണം. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കോഡ് പല രീതിയിലേക്ക് അടുക്കിപ്പറക്കില്ലാതെ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അടുക്കിപ്പറക്കാൻ വേണ്ടിയിട്ട് ഓൾട്ട് ഷിഫ്റ്റ് എഫ് എന്നത് ക്ലിക്ക് ചെയ്യുന്ന ഷോർട്ട് കട്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഓൾട്ട് ഷിഫ്റ്റ് എഫ് ഒരുമിച്ച് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കോഡ് നല്ല അലൈൻ ചെയ്ത് വരും. അപ്പോൾ നമ്മുടെ ഇത് കറക്റ്റ് ആയത്. അപ്പോൾ ഞാൻ ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഇതൊന്നുമില്ല, കാരണം ഒരു സെക്ഷൻ ഒരു ഡിവിഷൻ സെക്ഷൻ ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തു. അടുത്തൊരു ഡിവിഷനാണ് ക്രിയേറ്റ് ചെയ്തത്. 2 ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തു. നമുക്കിവിടെ 2 ഡിവിഷൻ വേണമല്ലോ. നമുക്കിവിടെ 2 ഡിവിഷൻ വേണം. ടെക്സ്റ്റ് ഡിവിഷനും ഇമേജിന് വേറെ ഡിവിഷനും. അതിന് വേണ്ടിയിട്ടാണ് ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തത്. നമുക്കിവിടെ ടെക്സ്റ്റ് കൊടുക്കാം. H2 ടാബിൽ കൊടുക്കാം. പോയി എന്ന് കൊടുത്തു. പക്ഷെ ഇവിടെ കാണാനില്ല. ഹലോ അയ്യോ ഇവിടെ കാണാനില്ല. കാരണം ഇതിന്റെ കളർ ഇവിടെ കറുപ്പ് തന്നെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും കാണാത്തത്. നമുക്ക് ഇവിടെ ജസ്റ്റ് നോക്കാം എന്തോ സംഭവം. H2 എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നുണ്ട്, പക്ഷെ സംഭവം കാണുന്നില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ കളർ മാറ്റണം. H2 കളർ മാറ്റണം. എന്ത് ചെയ്യണം? H2 ടാഗിനകത്ത് വന്നിട്ട് അവിടെ സ്റ്റൈൽ കൊടുക്കുക. കളർ എന്ന് പറഞ്ഞ ഒരു കീവേഡ് കൊടുത്തിട്ട് അവിടെ നമുക്ക് വെള്ള കൊടുക്കാം. കാണുന്നുണ്ടോ? കാണുന്നില്ല. ബാക്ക്ഗ്രൗണ്ട് മാറ്റി കൊടുത്തോ. നമുക്ക് റീഫ്രഷ് ചെയ്തോ. പക്ഷെ റീഫ്രഷ് ചെയ്യാതെ കാണാത്തുണ്ടല്ലോ. റീഫ്രഷ് ചെയ്തപ്പോൾ കാണും. നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി നമ്മൾ കൊടുത്തിട്ട്
ഇത് റീഫ്രഷ് ചെയ്യാത്തതുകൊണ്ടാണ് കാണാൻ. ഹലോ ഐ ആം മുഹമ്മദ് അജ്മൽ വൈ എന്നുള്ള ടെക്സ്റ്റ് ആണ്. H2 ടാഗിന്റെ ആവശ്യമില്ലാത്ത ഇല്ലേ? കാരണം ഇത്രയും കട്ടി ഇവിടെ ഉണ്ടോ? ഇല്ല, കട്ടി കുറച്ച് കുറയ്ക്കാം. അപ്പൊ H2 അടച്ച് ചെയ്ത് കൊടുക്കാം. H3 മതി. H3യുടെ ഡിഫോൾട്ട് സൈസ് ആണിത്. നമുക്ക് സൈസ് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഇവിടെ സ്റ്റൈലിനകത്ത് വന്നിട്ട് H3 എന്ന് പറഞ്ഞ ടാഗിന് ഡിഫോൾട്ട് ആയിട്ടൊരു സൈസ് ഉണ്ട്. ആ സൈസ് ആണ് ഇപ്പൊ നമുക്ക് കാണുന്നത്. എത്രയധികം സൈസ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സൈസ് ഇവിടെ അറിയാൻ പറ്റും. EM ഇലാണ് വരുന്നത്. EM REM ഒക്കെ പിന്നെ പഠിക്കും. ഓക്കെ, നമ്മുടെ ഡിസ്പ്ലേ അനുസരിച്ച് മാറും. അതിപ്പോ നോക്കണ്ട. അപ്പം H3ക്ക് എന്താണ്? H3 റാഗിന് ഒരു ഫിക്സഡ് സൈസ് ഉണ്ട്. ആ സൈസാണ് ഇപ്പോൾ കാണിച്ചത്. നമുക്ക് നമ്മുടെ സൈസ് ആക്കി മാറ്റണമെങ്കിൽ ഈ സ്റ്റൈലിനകത്ത് വന്നിട്ട് എന്ത് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ഈ സ്റ്റൈലിനകത്ത് വന്നിട്ട് നമ്മൾ മാറ്റുന്നതോടുകൂടി അതിന്റെ ഡിഫോൾട്ട് സൈസ് ആണ്. ഇവിടെ ഫോണ്ട് സൈസ് നമുക്ക് സെലക്ട് ചെയ്യാം. അവിടെ 1 RPM കൊടുത്താൽ 2 RPM കൊടുത്താൽ വീണ്ടും എടുക്കാം. 1 RPM കൊടുക്കാം. 1.5 കൊടുക്കാം. 1.3. ഓക്കെ, 1.3 മതി. അത് ഞങ്ങളുടെ താഴെ നമുക്ക് ഒരു പാരഗ്രാഫ് ആണ്. പാരഗ്രാഫ് വെബ്സൈറ്റ് കോപ്പി നമുക്ക് ഇടാം. നിങ്ങളുടേതായ കാര്യങ്ങൾ വിവരിച്ചിടുക. കോപ്പി ചെയ്തിടാം. പാരഗ്രാഫിന്റെ പേജായിട്ടുണ്ട്. കാണിച്ചിട്ടാണ് റിഫ്രഷ് ചെയ്യാം. റിഫ്രഷ് ചെയ്തിട്ട് കാണിച്ചു എങ്കിൽ നമുക്ക് സ്റ്റൈൽ കൊടുക്കുക. ഡിഫോൾട്ട് കളർ ബ്ലാക്ക് ആയിരിക്കണം കാണിക്കുന്നത്. പേജ് എടുത്തിട്ട് ഡിഫോൾട്ട് കളർ മാറ്റാം. വൈറ്റ് കൊടുത്തപ്പോൾ അവിടെ വന്നിട്ടുണ്ട് കളർ. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ഡിവിഷനകത്ത് കൊടുക്കേണ്ടത് ഇമേജ് ആണ്. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അല്ല വന്നിരിക്കുന്നത്. നമുക്ക് എങ്ങനെ ക്രമീകരിക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഡിവിഷനിൽ ഇമേജ് ക്രിയേറ്റ്. അപ്പോൾ ഇമേജ് ക്രിയേറ്റ് നമുക്ക് ശ്രദ്ധിച്ചോളാം. ഇമേജ് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് IMG എന്ന് പറഞ്ഞ ടാഗ് വന്നിരിക്കുന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ SRC എന്ന് പറഞ്ഞ സോഴ്സ് കൊടുക്കാനാണ് ഒരു ഓപ്ഷൻ വരും. ഇവിടെ നമ്മൾ കൊടുക്കുന്ന സോഴ്സ് നമുക്ക് ലിങ്ക് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അതല്ല നമ്മുടെ ഫോൾഡറിൽ സേവ് ആയിട്ടുള്ളതിൽ അത് കൊടുക്കാം. അപ്പൊ നിലവിൽ index.html എന്നുള്ള ഫയൽ മാത്രം നോക്കാം. ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇമേജ് കോഡ് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഇമേജസ് ഒക്കെ ഒരു ഫോൾഡറിൽ പ്രത്യേകം സൂക്ഷിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന ഈ ന്യൂ ഫോൾഡർ എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അവിടെ ഇമേജസ് ഒന്ന് വരും. അതിലേക്ക് നമ്മൾ ഇമേജ് കൊണ്ടുവരണം. അതിൻ്റെ ഇമേജ് ഞാൻ കൊണ്ടുവരികയാണ്. ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്യാം. ഓക്കെ, അവിടെ URL കൊടുക്കണ്ട. SRCനോട് URL കൊടുക്കണ്ട. നേരെ തന്നെ ഇമേജസ് നമ്മുടെ ഫോൾഡറിന്റെ പേര് ടൈപ്പ് ചെയ്യും. സജഷനായിട്ട് ഇമേജസ് വരും. ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ അതിൽ തന്നെ സെക്ഷനായിട്ട് നമ്മുടെ ഇമേജിന്റെ പേര് വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ പേര്, നമ്മുടെ ഇമേജ് അവിടെ വന്നു കഴിഞ്ഞു. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് വെള്ളയാണ് കൂട്ടി. നമുക്ക് ഈ ഡിവിഷന്റെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് മാറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ അവിടെ കൺഫേം. ഡിവിഷന്റെ ബാക്ക്ഗ്രൗണ്ട് ഡിഫോൾട്ട് ആയിട്ട് വെള്ളയാണ്, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഇത് കൊടുത്തില്ലെങ്കിൽ വെള്ളമായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത പോലെ ഏകദേശമായിട്ടുണ്ട്. ക്രിയേറ്റ് ചെയ്ത പോലെ ആയിട്ടില്ല, കണ്ടന്റുകൾ വന്നിട്ടുണ്ട്. നമുക്കിത് രണ്ട് വശത്തേക്കാക്കാം. ഇപ്പൊ ഇത് നമ്മുടെ ഇത് ചെയ്യേണ്ടത് ഹൊറിസോണ്ടൽ ആയിട്ടാണ്, അതായത് ടെക്സ്റ്റും പാരഗ്രാഫും ആ ഡിവിഷൻ ഒരു ഭാഗത്ത് വേണം, ഇമേജ് അതിന്റെ വലത് ഭാഗത്തായിട്ട് വേണം. ഇതിപ്പോ വെർട്ടിക്കലായിട്ടാണ് കിടക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ആ രീതിയിലാക്കുന്നത് നോക്കാം. അതിന് സെക്ഷനിലേക്ക് തന്നെ വരിക. ഈ സെക്ഷന്റെ ഉള്ളിലാണല്ലോ ഈ രണ്ട് ഡിവിഷൻ കിടക്കുന്നത്, ഈ ഡിവിഷനും ഈ ഡിവിഷനും. രണ്ട് ഡിവിഷന്റെ ഉള്ളിൽ എലമെന്റ്സ് ഉണ്ട്. H3 ടെക്സ്റ്റ് എലമെന്റും പാരഗ്രാഫ് ടെക്സ്റ്റ് എലമെന്റും ഉണ്ട്. ഫസ്റ്റ് ഡിവിഷൻ താഴെ, രണ്ടാമത്തെ ഡിവിഷനകത്ത് ഇമേജ് മാത്രം. ഇമേജ് സെന്ററിലല്ല, ഫസ്റ്റ് സെന്റർ ഉണ്ടാകും. അതിന് ഡിവ് എന്ന് പറയുന്ന സ്റ്റൈൽ അതിനകത്ത് അലൈൻ ഐറ്റംസ് സെന്റർ ആയിട്ടില്ല, എന്നാൽ സെന്റർ അതായിട്ടില്ല, റെഡി ആയിട്ടില്ല. സ്റ്റൈല് വിത്ത് 100% കൊടുത്താൽ സെന്റർ ആവും. കാരണം ഇവിടുത്തെ വിത്ത് കുറവായത് കൊണ്ടാണ് അവിടെ നടുക്കോട്ട് വരാത്തത്. അത് ഓർക്കുമ്പോൾ നിങ്ങൾ ടെൻഷൻ എടുക്കണ്ട, ഒന്നിപ്പോ നോക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഇവിടെ ഒക്കെ മാറ്റുക, ഐറ്റംസ് ഒക്കെ മാറ്റുക. ഇപ്പൊ ഈ കിടക്കുന്ന പോലെ തന്നെ കിടക്കട്ടെ. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇതിനെ ഹൊറിസോണ്ടലി സെറ്റ് ചെയ്യാം. ഇപ്പൊ ഇത് വെർട്ടിക്കലി ആണ് കിടക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ സെക്ഷനകത്ത് ഒരു സ്റ്റൈൽ എന്ന് വെച്ചാൽ സെക്ഷനകത്ത് ഒരു കോഡ് കൊടുക്കാം. സ്റ്റൈൽ നാട്ടുകൂടിനകത്ത് അടുത്ത ഒരു കോഡ് കൊടുക്കാം. അതായത് ഡിസ്പ്ലേ എന്ന് ടൈപ്പ് ചെയ്യുക. അവിടെ ഫ്ലെക്സ് എന്നേക്ക് ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ അത് ഡിസ്പ്ലേയുടെ പുതിയൊരു നേരത്തെ ഫ്ലെക്സ് ഇല്ലായിരുന്നു, പിന്നെയാണ് ഫ്ലെക്സ് എന്ന് പറഞ്ഞ സംവിധാനം വന്നത്. ഇത് കുറച്ചും കൂടെ നമുക്ക് ഫ്ലെക്സിബിലിറ്റി ആണ് ഇതിനെ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഫ്ലെക്സിനകത്ത് നമ്മളപ്പോൾ ഇങ്ങനെ വന്നു. ഫ്ലെക്സ് വന്നപ്പോൾ നമുക്ക് എന്താ മനസ്സിലായി, നേരത്തെ രണ്ടും വെർട്ടിക്കലായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ രണ്ടും ഹൊറിസോണ്ടലായിട്ട്, അതായത് ഫസ്റ്റ് ഡിവിഷൻ ആദ്യം വന്നു, സെക്കൻഡ് ഡിവിഷൻ ആ ഫസ്റ്റ് ഡിവിഷനകത്തുള്ള സ്പേസ് എടുത്തതിന് ശേഷം രണ്ടാമതായിട്ട് വന്നു. ഓക്കെ, പക്ഷെ ഹൈറ്റ് ഇപ്പോഴും 100 പിക്സൽ കിടക്കുകയാണ്. നമ്മൾ ഹൈറ്റ് നേരത്തെ ബെഞ്ച് ചെയ്ത് കൊടുത്തതാണ് ഈ കറുപ്പ് ആ ഭാഗത്ത് മാത്രമായിട്ട് കാണുന്നത്. ഹൈറ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം, ഹൈറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഹൈറ്റ് കൊടുത്തത് ആ സെക്ഷൻ അവിടെ ഉണ്ട് അന്നേരം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഹൈറ്റ് ഓട്ടോമാറ്റിക്കലി അത് എടുത്തോളൂ. ഹൈറ്റ് നമുക്ക് ഇല്ല, ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടന്റ് ഉള്ള ഭാഗത്തുള്ള ഹൈറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ പോലെ ഹൊറിസോണ്ടൽ ആയിട്ടുണ്ട്. ഇനി ഈ സാധനം, അതായത് ഈ രണ്ട് ഭാഗം ഉണ്ടല്ലോ, രണ്ടിനെ നമുക്ക് നടുക്കോട്ടാക്കാം. അതായത് ഈ ഡിവിഷനകത്തുള്ള സാധനമാണ് ഈ
ടെക്സ്റ്റ്. ഒന്ന് H3 ടെക്സ്റ്റും ഒരു പാരഗ്രാഫ് ടെക്സ്റ്റുമാണ്. രണ്ടിനും മാർജിൻ ഉണ്ട്, അതുകൊണ്ടാണ് ആ ഒരു ഓറഞ്ച് കളർ ചുറ്റിലാണ്. അതായിട്ട് തന്നെ കിടക്കട്ടെ. നമുക്ക് ഇതിനെ നടുക്കോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ സെക്ഷന്റെ അകത്താണ് ഇത് കിടക്കുന്നത്. ഈ ഡിവിഷൻ, ആ ഡിവിഷൻ ഫുൾ എടുത്തിട്ടുണ്ട്. ഡിവിഷനകത്ത് വന്നിട്ട് സ്റ്റൈൽ കൊടുക്കുക. ഡിവിഷനകത്തുള്ള ഐറ്റത്തിനെ നമുക്ക് നടുക്കോട്ട് മാറ്റേണ്ടത്. സ്റ്റൈൽ കൊടുക്കുക, അവിടെ ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കുക. ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തപ്പോൾ അവിടത്തെയും കണ്ടന്റുകൾ എന്തായി ഹൊറിസോണ്ടലി അലൈൻ ചെയ്യും. ഇതിന് നമുക്ക് വെർട്ടിക്കൽ ആകും. അതിന് ഫ്ലെക്സ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞൊരു ഫ്ലെക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞൊരു കോഡുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അതിന്റെ കോളം എന്നാണ്. അപ്പോൾ ഇത് കറക്റ്റ് വെർട്ടിക്കലായിട്ട് കാണും. ആ രണ്ട് ടെക്സ്റ്റും വെർട്ടിക്കലായിട്ടാണ് നമുക്ക് വേണ്ടത്. ഇനി ജസ്റ്റിഫൈ കണ്ടന്റിനെ ജസ്റ്റിഫൈ ചെയ്യുക, സെൻറ്റർ കൊടുക്കുക. ജസ്റ്റിഫൈ കണ്ടന്റ് കൊടുത്താൽ ടെക്സ്റ്റ് സെൻറ്ററിൽ വരും. ഓക്കെ, ഇനി ഒരുപാട് വ്യത്യാസങ്ങൾ വരാനുണ്ട്. നിങ്ങളിത് ചെയ്യുന്നത് അതേപോലെ തന്നെ കൂടെ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് രണ്ട് സൈഡിലും കുറച്ച് സ്പേസ് വേണം. നമുക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ സ്പേസ് എടുത്തേക്കാം. ഫുൾ സ്പേസ് ഇവിടെ കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് രണ്ട് ഭാഗത്ത് സ്പേസ് വേണം. അതായത് നമ്മുടെ ഈ സെക്ഷൻ ഇപ്പൊ ഇവിടം വരെ ഉള്ളൂ, ഈ ഫോട്ടോയുടെ അടം വരെ ഉള്ളൂ. ഇനി അടുത്തൊരു കണ്ടന്റ് വരികയാണെങ്കിൽ അടുത്ത ഭാഗത്തായിട്ട് വരും. ഇത് നമുക്ക് നടുക്കോട്ടാക്കാം. ഓക്കെ, അതിന് സെക്ഷനകത്താണ് അലൈൻ ഐറ്റംസ് എന്നൊരു സംഭവമുണ്ട്. അതിലേക്ക് സെന്റർ കൊടുക്കാം. സെന്റർ ആയിട്ടുണ്ട്. നമ്മൾ ഫുൾ സ്ക്രീൻ എടുക്കുകയാണെങ്കിൽ ഓക്കെ, സെന്റർ ആയിട്ടില്ല. അതല്ല, ജസ്റ്റിഫൈ കണ്ടന്റ് ആണ് സെന്റർ. ഇപ്പൊ നമ്മുടെ ഐറ്റംസ് സെൻട്രൽ അതായത് അലൈൻ ഐറ്റംസും ജസ്റ്റിഫൈ കണ്ടന്റും ഉപയോഗിക്കുന്നത് ഐറ്റംസിനെ സെൻട്രൽ ആക്കാൻ വേണ്ടിയിട്ട്. അലൈൻ ഐറ്റംസ് ഹൊറിസോണ്ടലി ഉള്ള ഐറ്റംസിനാണ് സെൻട്രൽ ആക്കുന്നത്. വെർട്ടിക്കലുള്ള ഐറ്റംസിനെ സെൻട്രൽ ആക്കുന്നത്. നമ്മുടെ ഫ്ലെക്സിനകത്ത് വരും, ഡിസ്പ്ലേ ഫ്ലെക്സിനകത്ത് കൂടുതലും ജസ്റ്റിഫൈ കണ്ടന്റിനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്നാലും നമുക്ക് ഇനി രണ്ട് സൈഡിലും കുറച്ച് സ്പേസ് അല്ലാതെ വേണം. അതായത് അതിന് വേണ്ടി നമുക്ക് ബോഡിയിൽ മാർജിൻ എന്ത് ചെയ്യാം, കൊടുക്കാം. മാർജിൻ ലെഫ്റ്റ് കൊടുക്കണം. ആദ്യം കുറച്ച് സ്പേസ് അവിടെ വന്നു. മാർജിൻ
ഇവിടെ കുറച്ച് സ്പേസ് വേണം. പക്ഷെ സ്പേസ് വന്നെങ്കിലും ഈ കളർ കൂടി എന്താണ് നമുക്ക് അവിടെ നിന്ന് പോയി. അപ്പൊ അതിനവിടെ മാർജിൻ പറ്റൂല. മാർജിൻ എടുത്തു കഴിഞ്ഞാൽ ആ കളർ ഉൾപ്പെടെ മൊത്തത്തിൽ നമുക്ക് മാർജിൻ മാറ്റിയിട്ട് എന്താക്കാം, പാഡിങ് കൊടുക്കാം. പാഡിങ് ലെഫ്റ്റ് ടു REF. അപ്പോഴും അവിടെ എടുത്തിരിക്കുകയാണ്. ഓക്കെ, പാഡിങ് കൊടുത്തപ്പോഴും അവിടെ എടുക്കുന്നുണ്ട്. സെക്ഷന്റെ ഭാഗത്ത് കൊടുക്കും, കട്ട് ചെയ്യുന്നു. സെക്ഷൻ സെക്ഷന്റെ ഭാഗത്ത് കൊടുത്തപ്പോ കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. മാറ്റി 3 ആക്കാം, കുറച്ചുകൂടെ സ്പേസ് ആയിട്ട്. ഓക്കെ, ഇവിടെ ക്രിയേറ്റീവിനോടെ ടെക്സ്റ്റ് ബ്രേക്ക് ആയിട്ടുണ്ട്. ഓണിന്റെ അവിടെ ടെക്സ്റ്റ് ബ്രേക്ക് ആയിട്ടുണ്ട്. എന്നിട്ട് ഈ ക്രിയേറ്റിന്റെ അവിടെ ഓണിന്റെ അവിടെ വെച്ച് ടെക്സ്റ്റ് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിരിക്കാം. ഇൻസ്പെക്ട് എടുത്തു കഴിഞ്ഞാൽ ഇൻസ്പെക്ട് എടുത്ത് നമ്മുടെ മൊബൈൽ വ്യൂവിലേക്ക് വന്നു കഴിഞ്ഞാൽ വ്യത്യാസം വരും. വീണ്ടും ടെക്സ്റ്റ് കുറച്ചും കൂടെ സ്പേസ് കുറയുകയാണല്ലോ. വീണ്ടും പല പല ലൈനായിട്ടുണ്ട്. ഇത് 384 പിക്സലാണ് പാഡിങ് ആയിട്ട് എടുക്കുന്നത്. നമുക്ക് ആ ഒരു ഏരിയ തന്നെ കൊടുക്കാം. 387 പിക്സൽ എന്ന് പറയുമ്പോൾ ഫിക്സഡ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫിക്സഡ് സൈസ് എല്ലാ ഡിവൈസിലും കിട്ടും. അതുകൊണ്ടാണ് REM കൊടുക്കുന്നത്. അത് ഓരോ ഡിവൈസിനനുസരിച്ച് വ്യത്യാസം വരും. അത് ആനുപാതികമായിട്ട് കുറയ്ക്കുന്നത്. പാഡിങ് 160 വന്നിട്ടുള്ളൂ. നമുക്ക് 20 REM കൊടുക്കാം. ഓക്കെ, 320 ഏകദേശം. ടെക്സ്റ്റ് കൂടുതൽ സ്പേസ് എടുക്കുന്നുണ്ട്. ടെക്സ്റ്റ് നമുക്ക് ബ്രേക്ക് ചെയ്യാം. ബ്രേക്ക് ചെയ്യാൻ വേണ്ടി BR എന്ന് പറയുന്നത് ടാബ് ഉപയോഗിക്കും. ഓക്കെ, ഇങ്ങനെ ആയിട്ടുണ്ട്. നമുക്ക് മുകളിലും കൂടെ കുറച്ച് സ്പേസ് വേണം. താഴെ മുകളിൽ കുറച്ച് സ്പേസ് എടുക്കാം. പാഡിങ് ടോപ്പ് കൊടുക്കാം.
കുറച്ച് സ്പേസ് ഇട്ടിട്ടുണ്ട്. അങ്ങോട്ട് കയറി പഠിക്കാം നോക്കാം. ആഡിങ് ബോട്ട് നമുക്ക് മാറ്റാം. ഇത് വ്യത്യാസമില്ല. എന്ത് കൊടുത്തപ്പോഴാണ് സംഭവിച്ചത് നമുക്ക് അറിയില്ല. ശരിയോ? ഇമേജിന്റെ സൈസ് കുറയ്ക്കാം. ഒരു 300 അറിയുന്നു. ഫോണ്ട് സൈസ് അതിനകത്ത് ഫോണ്ട് സൈസ് 2 RB. എക്സ്ട്രാ സ്പേസ് എടുക്കുന്നുണ്ട്. സ്പേസ് ഈവൻലി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് വരും.
സെന്ററാണ് വേണ്ടത്. ഇവിടെ സ്ക്രീൻ വിഡ്ത്ത് കൂടുതലായിട്ട് വരുന്നത് സ്ക്രോൾ ചെയ്തെടുക്കാം. സ്ക്രീൻ വിഡ്ത്ത് 100% നമുക്ക് റിമൂവ് ചെയ്താൽ മതി. ഡിഫോൾട്ടായിട്ട് സ്ക്രീൻ വിഡ്ത്ത് 100% എടുക്കുന്നുണ്ട്. നമ്മൾ മാനുവലായിട്ട് 100% കൊടുക്കുമ്പോൾ അത് കൂടുതൽ വിഡ്ത്ത് വീണ്ടെടുക്കണം. അതുകൊണ്ടാണ് നേരത്തെ എറർ കണക്ക് ഇവിടെ സ്കൂളിൽ ഒരു സ്ക്രോൾ ബാർ വന്നിട്ട് അങ്ങനെ വന്നത്. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് നേരത്തെ കൊടുത്ത പാഡിംഗ് ടോപ്പ് ഫോട്ടോ കൊടുത്താൽ മുകളിലും താഴെ ആ ഒരു ഗ്യാപ്പ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് കളറാണ്. ഒരു ഗ്രേഡിയന്റ് കളറാണ് വന്നിരിക്കുന്നത്. ആ ഗ്രേഡിയന്റ് കളർ നമുക്ക് വേണം. നമുക്ക് ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ലീനിയർ ഗ്രേഡിയന്റ് ലീനിയർ ഗ്രേഡിയന്റ് നമുക്ക് ലീനിയർ ഗ്രേഡിയന്റ് ആ ഗ്രേഡിനകത്ത് 2 കളർ കൊടുത്തു കഴിഞ്ഞാൽ ആ 2 കളർ ഇതിനകത്ത് വരും. നമുക്ക് വേണ്ടത് ഇതിനകത്തുള്ള കളറാണ്. ഒരു ഗ്രീൻ കളറാണ്. ഗ്രീനും സ്കൈ ബ്ലൂ ചേർന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഏകദേശം അതിപ്പോൾ നമുക്ക് എടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു കളറിലേക്ക് ഓവർ ചെയ്യുമ്പോൾ തന്നെ കളർ കാണിക്കും. അവിടെ കൊണ്ടുവന്നിട്ട് ശ്രമിക്കുക. ഗ്രേഡിയന്റ് കളർ വന്നിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോയുടെ
ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കൊടുത്തില്ല. ഫോട്ടോയിൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ ഇല്ലേ നമുക്ക് നോക്കണം. ഇമേജ് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇമേജിന് കൊടുക്കണം. ഡിവിഷൻ സ്റ്റൈൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് നോക്കാം. ഓക്കെ, ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്താൽ മതി. ഫോട്ടോയിൽ ഇത് ഈ ഇമേജിന് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അതുകൊണ്ട് ഇങ്ങനെ വരും. നമുക്ക് ഇത് ഇതേപോലെ ആകാൻ വേണ്ടിയിട്ട് മുഹമ്മദ് അജ്മൽ വൈ എന്ന H2 ടെക്സ്റ്റിന്റെയും പാരഗ്രാഫിന്റെയും സ്പേസ് കുറച്ച്, ഡിസ്റ്റൻസ് കുറച്ച് കുറയ്ക്കണം. താഴത്തെ പാരഗ്രാഫിന്റെ ഫോണ്ട് സൈസ് വർദ്ധിപ്പിക്കാൻ വേണം. ഡിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ H3 നമ്മുടെ ടെക്സ്റ്റ് ഉള്ള ഹലോ ഐ മുഹമ്മദ് അജ്മൽ എന്നുള്ള അതിന്റെ മാർജിൻ നമുക്ക് എന്ത് ചെയ്യാം, 0 ആക്കാം. ഇത് അടുത്ത് വന്നിട്ടുണ്ട്. ഇനി താഴത്തെ പാരഗ്രാഫിന്റെ മാർജിൻ 0 ആക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് മാർജിൻ ആയിട്ടുണ്ട്. ഇതിന്റെ ഫോണ്ട് സൈസ്, പാരഗ്രാഫിലെ ടെക്സ്റ്റിന്റെ ഫോണ്ട് സൈസ് കൂട്ടുകയാണ്. 16 ആക്കി. അപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. 15 ആണത്. ഓക്കെ, 15 ഓക്കെയാണ്. ടെക്സ്റ്റ് അലൈൻ ചെയ്യാം. ടെക്സ്റ്റ് സെൻട്രലായിട്ട് ഇതിന്റെ മാർജിൻ കളയാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഡിസോർട്ട് വരും. കാരണം താഴത്തിന് മാർജിൻ ഉണ്ട്, അവിടുത്തെ പ്രശ്നം എന്താ നമുക്ക് ഇവിടെ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അതായത് ഈ ടെക്സ്റ്റ് സെൻട്രൽ ആയിട്ടുണ്ട്, ഈ ടെക്സ്റ്റ് സെൻട്രൽ ആയിട്ടില്ല. ആ ടെക്സ്റ്റ് സെൻട്രൽ ആക്കിയാണ് അതിന് ഇവിടെ ടെക്സ്റ്റ് അലൈൻ സെൻട്രൽ നോക്കണം. ഓക്കെ, അത് സെൻട്രൽ ആവും. ഓൾറെഡി ഇത് വൈറ്റ് തന്നെയാണ് ടെക്സ്റ്റിന്റെ കളർ, മാറ്റം വരുത്തേണ്ട കാര്യമില്ല. ഓക്കെ, ഏകദേശം അതുപോലെ ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇമേജിനകത്ത് താഴെ റൗണ്ട് വന്നിട്ടുണ്ട്. റൗണ്ട് ആക്കിയതാണ്, ഇമേജ് റൗണ്ട് ആക്കിയതാണ്. നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ ഇമേജ് റൗണ്ട് എന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ സ്പൂൺ ഫീഡിങ് ചെയ്യാതെ കുറച്ച് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം, പഠിക്കണം. സെർച്ച് ചെയ്ത് കറക്റ്റ് റിസൾട്ട് തന്നെ കിട്ടും. നമുക്ക് ChatGPT ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് ഇതൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് കാണിച്ചിട്ടാം. അതായത് ഈ ഡിവിഷൻ ഫുള്ളാണ് ഞാൻ കോപ്പി ചെയ്യും. ഓക്കെ, ഗൂഗിളിലോട്ട് വരികയാണ്. പുതിയ ഇതെടുക്കുന്നു, സെർച്ച് ചെയ്യുന്നു. ഐ നീഡ് ഇത് ഞാൻ സെർച്ച് ഞാൻ ChatGPT ആക്കിയൊക്കെയാണ്. ഐ നീഡ് സ്റ്റൈലിംഗ് ചെയ്യാനാണ് അവർ പറഞ്ഞത്. നമ്മളത് പഠിക്കാൻ പോകുന്നത് CSS കുറിച്ച് പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതായത് ആ സ്റ്റൈലിംഗ് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം, അതിനുശേഷം ഇത് വിശദീകരിച്ചു തരാം. നമ്മൾ ഇത്രയും ചെയ്തിട്ട് നമ്മൾ CSS ഉപയോഗിച്ചിട്ടില്ല. ഇതെല്ലാം നമ്മൾ ഇൻലൈൻ ആയിട്ടുള്ള സ്റ്റൈലിംഗ്. നമുക്ക് ഇതിന് പുറത്ത് എങ്ങനെ ഈ സ്റ്റൈലിംഗ് ചെയ്താൽ ഇതിനകത്തിട്ട് കഴിഞ്ഞാൽ കോഡും സ്റ്റൈലിംഗും എല്ലാം കൂടെ എന്താണ് വൃത്തികേടാവും, നമുക്ക് കണ്ടുപിടിക്കാൻ പാടാവുന്നൊക്കെയാണ് വിഷയം. പിന്നെ ചെയ്യാവുന്ന 2-3 വഴിയിൽ ഒരു വഴിയാണ് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ കോഡിന്റെ ഉള്ളിൽ തന്നെ സ്റ്റൈൽ ആട്രിബ്യൂട്ട് കോഡ് ചെയ്യാന്നുള്ളത്. മറ്റൊരു വഴി എന്താന്ന് വെച്ചാൽ ഹെഡ് ഉണ്ടല്ലോ, ഹെഡിനകത്ത് നമുക്ക് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനകത്ത് ഈ പറഞ്ഞ സാധനങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. പക്ഷെ എങ്ങനെയാണെന്നല്ലേ,
അതാണ് വിഷയം. ഉദാഹരണത്തിനാണ് താഴെ വേറൊരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, എന്തായാലും മനസ്സിലാവും. ഇപ്പൊ ചെയ്യുന്ന സെക്ഷൻ്റെ ഇടയിൽ കയറ്റി ചെയ്താൽ വേറെ സെക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ആ സെക്ഷനിൽ ഹൈറ്റും ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നമ്മൾ ഹൈറ്റും ബാക്ക്ഗ്രൗണ്ട് കളറും കൊടുത്തായിരുന്നല്ലോ. അതുപോലെ ഇവിടെ നമ്മൾ ഹൈറ്റും ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ പോകും. അപ്പൊ അങ്ങനെ സ്റ്റൈലിലേക്ക് നമുക്ക് കിട്ടണമെങ്കിൽ ഇവിടെ എന്തിൻ്റെയാണ് നമ്മൾ സ്റ്റൈലിൽ കോഡ് കൊടുക്കുന്നതെന്ന് അറിയണ്ടേ. അപ്പൊ ഈ സെക്ഷൻ നമുക്കൊരു ക്ലാസ് നെയിം വേണം. ക്ലാസ് എന്നുള്ള ഒരു ആട്രിബ്യൂട്ട് നമ്മൾ എബോട്ട് സെക്ഷൻ എഴുതാൻ ക്രിയേറ്റ് ചെയ്യുന്നത് എബോട്ട് എന്ത് വേണം കൊടുക്കാം. ക്ലാസ്സിനകത്ത് എന്ത് പേര് വേണം കൊടുക്കാം. ഈ പറയുന്നത് നമ്മൾ ക്ലാസ് ഈ സെക്ഷന്റെ ക്ലാസിന്റെ പേര് എബോട്ട് എന്നാണ്. ഈ ക്ലാസ്സിലുള്ള വിശേഷങ്ങൾ സ്റ്റൈലുകൾ എങ്ങനെയായിരിക്കും നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിന്റെ ഡോട്ട് എബോട്ട് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ കർലി ബ്രാക്കറ്റ്സ് ഓപ്പൺ ക്ലോസ് ചെയ്യുക. നിലവിൽ താഴെ ഒന്നും കാണാനേ ഇല്ല. ഞങ്ങൾ ഹൈറ്റ് വിഡ്ത്ത് ഞാൻ പറഞ്ഞ ഓട്ടോമാറ്റിക്കലി അത് ഡിഫോൾട്ട് ആയിട്ട് സ്ക്രീനിന്റെ ഫുൾ വിഡ്ത്ത് എടുക്കും. ഹൈറ്റ് 0 ആയിരിക്കും. ഒരു സെക്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഹൈറ്റ് 0 ആയിരിക്കും. അതിനകത്ത് ഇന്ത്യൻ ഒബ്ജക്ട്സ് വരുമ്പോൾ മാത്രമേ ഇതിനകത്ത് ഹൈറ്റ് ഓട്ടോമാറ്റിക്കലി കൊടുക്കും. ഹൈറ്റ് നമ്മളിവിടെ മാനുവലായിട്ട് കൊടുക്കുകയാണ്. വേറെ ഒന്നിനകത്തില്ലല്ലോ. മോർ പീരിയഡ്സ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇവിടെ വന്നിട്ടുണ്ടോ ഇല്ല നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം എന്താ, ഇതിന് കളറില്ല. കളറുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് ഇവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ കൊടുത്തപ്പോ താഴെ കളർ മാറിയതുണ്ടോ? ഏതിന് കളർ മാറിയത്? സെക്ഷൻ, ഈ പറഞ്ഞ സെക്ഷനാണ് ഇവിടെ കളർ മാറിയത്. അപ്പൊ അതിന്റെ സ്റ്റൈലൊക്കെ ഡിഫൈൻ ചെയ്തത് സ്റ്റൈൽ എന്ന് പറഞ്ഞ ടാഗിനകത്ത് എബോട്ട് എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് ക്ലാസ്സുകൂടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഇത്രയും ഓരോ ടാഗിന്റെ ഉള്ളിലും എഴുതി കൊടുത്തത് സ്റ്റൈൽ എന്ന് പറഞ്ഞ ടാഗിന്റെ ഉള്ളിൽ എഴുതി കൊടുക്കാം. അതിന് വേണ്ടത് ഓരോ ടാഗിനും നമ്മൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം, എങ്കിലേ അത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ഇവിടെ ഈ താഴത്തെ ഈ സെക്ഷന് നമ്മളൊരു ക്ലാസ് കൊടുത്തു, എബോട്ട് എന്ന് പറഞ്ഞ ക്ലാസ് കൊടുത്തതുകൊണ്ടാണ് സ്റ്റൈലിൽ നമുക്ക് ഒരു എബോട്ട് എന്ന് പറഞ്ഞൊരു ഡോട്ടിട്ട് എബോട്ടിന് കൊടുത്ത് നമുക്ക് സ്റ്റൈല് ഡിഫൈൻ ചെയ്യാൻ പറ്റിയത്. ഇനി നമുക്ക് ഈ മുകളിലത്തെ ഈ സെക്ഷൻ അതിന്റെ ഈ സ്റ്റൈലുകൾ, ഈ സ്റ്റൈൽ എന്ന് പറഞ്ഞ ടാഗിന്റെ ഉള്ളിൽ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഹോം എന്ന് പറയും. മുകളിൽ വരുന്ന ഹോം ആയിരിക്കുമല്ലോ, ഏറ്റവും പണ്ട് വരുന്ന സാധാരണ ഹോം നമുക്ക് കൊടുക്കാം. എന്തുവേണം കൊടുക്കാം. അപ്പോൾ ഡോട്ട് ഇട്ടാണ് കൊടുക്കാൻ. ഡോട്ട് മാറുന്നത് കൊണ്ട് ഡോട്ട് ഹോം ഓപ്പൺ ക്ലോസ് ടാഗ്സ്. ഇനി കൊടുക്കേണ്ടത് ഈ നമ്മൾ സ്റ്റൈലുകൾ ചെയ്ത് വെച്ചിരുന്നത് കട്ട് ചെയ്യുന്നതാണ്. കട്ട് ചെയ്യും, വേറെ സ്റ്റൈലൊന്നും ഇല്ല. അപ്പോൾ ഇത് പഴയതുപോലായി ഒന്നും കൊടുത്ത അത് നമ്മളൊന്നും ഇവിടെ എന്ത് ചെയ്യും, പേസ്റ്റ് ചെയ്യും. അപ്പൊ എല്ലാം ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ കോഡ് ചെയ്യുമ്പോൾ പദ്ധതി വരും. ഇത് അലൈൻ ചെയ്ത് കറക്റ്റ് ഫോർമാറ്റിലാവാൻ വേണ്ടിയിട്ട് ഓൾട്ട് ഷിഫ്റ്റ് F ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് ഒന്നുണ്ടോ ഇപ്പോൾ നേരത്തെ പോലെയായി. അപ്പോൾ ഇവിടെയുള്ള വൃത്തികേടും മാറി. പിന്നെ ഇവിടെ സ്റ്റൈലിൽ നമ്മൾ ആക്കിയിട്ടിൻ്റെ ആവശ്യമില്ല. നമ്മൾ വൃത്തികേട് മാറി അതിൻ്റെ പോലെ മുകളിൽ പിന്നെ അപ്ഡേറ്റ് ചെയ്യാനുള്ള എളുപ്പം. അതുപോലെ ഓരോന്നിനും നമുക്ക് മാറ്റി വരെ കൊടുക്കാം. ഡിവിഷന്റെ അകത്ത് ഹോം ഡിവിഷൻ എടുക്കാം. ഹോം ഡിവിഷൻ രണ്ടിനും ഹോം ഡിവിഷൻ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരേ ക്ലാസ്സിനും രണ്ടെണ്ണത്തിനും ഉപയോഗിക്കാൻ പറ്റും, പക്ഷെ ഒരേ സ്റ്റൈലാണ് ഉദ്ദേശിക്കുന്നത് ഉപയോഗിക്കാം. അതായത് ഈ ഹോം എന്ന് പറയുന്നത് ഇതിന് കൊടുക്കാൻ പറ്റും ക്ലാസ് നെയിം ആയിട്ട്, പക്ഷെ നമുക്കിവിടെ അങ്ങനെയല്ല വേണ്ടത്. ഈ ഹോം എന്ന് പറയുന്ന ക്ലാസ് നെയിം ഏതിനു വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ ഇതിന്റെ അതേ വിശേഷണങ്ങൾ തന്നെ ആ ഒരു ടാബിന്റെ ഉള്ളിലുള്ള കണ്ടന്റ്സിൽ ലഭിക്കും. ഇപ്പൊ നമുക്ക് ഇവിടെ ഈ ഡിവിഷനിൽ ഉള്ള സ്റ്റൈലിന്റെ ഈ ഡിവിഷനാണ്. അപ്പോൾ നമുക്ക് മാറ്റി കൊടുക്കാം. ഡിവിഷൻ ടെക്സ്റ്റ്, അതായത് ഇവിടുത്തെ ക്ലാസ് ലഭിക്കും. ക്ലാസ് ടെക്സ്റ്റ് ഏരിയ വരുന്നതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി
നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നു ഫോം ക്ലോസ് ബ്രേസസ് സ്റ്റൈലിനെ ഫുള്ള് കട്ട് ചെയ്യുന്നു, ചെയ്യുന്നു, കൊടുത്ത് അലൈൻ ചെയ്തെടുക്കാം. എന്നിട്ട് നിങ്ങളിനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്റ്റൈൽ ഈ ടാഗിന്റെ ഉള്ളിൽ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തേണ്ട ആവശ്യമില്ല, നേരെ ഡയറക്റ്റ് ഇങ്ങനെ ചെയ്യും. ഇനി ഇതിനെയും കുറച്ചും കൂടെ ചെയ്യുന്ന മൂന്നാമത്തെ രീതിയുണ്ട്. ആ മൂന്നാമത്തെ രീതിയിലാണ് സാധാരണ എല്ലാവരും ചെയ്യുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാൻ പോകുന്നതിലേക്കാണ് ഞാൻ പിന്നെ ചെയ്യുന്നത്. H3 നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഡിവിഷനിലൂടെ H3 സ്റ്റൈൽ കൊടുക്കുമ്പോൾ ഈ ഡിവിഷൻ ഒരു ക്ലാസ് ഉണ്ട്. അതിന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലായി വേറെ രീതിയുണ്ട്. അതായത് ഡിവിഷനിലൂടെ H3 ഒരു സ്റ്റൈൽ കൊടുക്കണം. അതിന് ഡിവിഷന്റെ പേര് ആദ്യം എന്ത് ചെയ്യാം, കൊടുത്തിട്ട് H3 എന്ന് കൊടുത്താൽ മതി. എന്നിട്ട് ക്ലോസ് ബ്രേസസ്. എന്നിട്ട് ഈ സ്റ്റൈൽ കൊണ്ട് എന്ത് ചെയ്യാൻ എടുത്തിട്ടാൽ മതി. H3 വേണ്ടി പ്രത്യേകം ക്ലാസ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായെങ്കിൽ ഒന്നുകൂടെ വാച്ച് ചെയ്യാം. അതായത് നമ്മളിവിടെ സ്റ്റൈൽ ഡിഫൈൻ ചെയ്യണമെങ്കിൽ സ്റ്റൈൽ എന്ന ടാഗിനുള്ളിൽ ഒരു ടാഗിന് വേണ്ട സ്റ്റൈൽ ഡിഫൈൻ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ക്ലാസ് കൊടുത്തിട്ടാണ് ഡിഫൈൻ ചെയ്യേണ്ടത്. ഓർത്തില്ലേ? എന്നാൽ ഇന്നർ ക്ലാസ്സുകളിൽ ഉള്ളതിന് കൊടുക്കുമ്പോൾ ഇങ്ങനെയും കൊടുക്കാം. അതായത് മുകളിലെ ക്ലാസിന്റെ പേര് കൊടുത്തിട്ട് അതിന്റെ ക്ലാസ് നെയിം കൊടുത്തതിന് ശേഷം ഇന്നർ ക്ലാസിന്റെ ടാഗിന്റെ നെയിം കൊടുത്താൽ മതി. ടോട്ടിൽ ആ ടാഗിന്റെ നെയിം കൊടുത്തിട്ട് ഇങ്ങനെ കർലി ബ്രാസസ് കൊടുത്താലും അപ്പൊ ഇന്നർ ബേസ് ആ ഒരു അതിന്റെ മുകളിലുള്ളത് പേരന്റ് ടാഗ് എന്ന് പറയും. മുകളിലുള്ള അതായത് ഇതിപ്പം പേരന്റ് ടാഗ് ആണെങ്കിൽ അകത്തുള്ളതൊക്കെ ചൈൽഡ് ടാഗ് എന്ന് പറയാം. അപ്പൊ ഈ പാരന്റ് ടാഗിന്റെ പേരിനോട് ചേർത്ത് അതിന്റെ ഇന്നർ ടാഗിന്റെ പേര്, ഈ പേര് മാത്രം പേരന്റ് ടാഗിന്റെ ക്ലാസ് നെയിമിനോട് ചേർത്ത്, ക്ലാസ് നെയിം ആണ് തരുന്നത്, ക്ലാസ് നെയിമിനോട് സ്പേസ് ഇട്ടതിന് ശേഷം ഇന്നർ ടാഗിന്റെ പേര് മാത്രം, അതിന്റെ ക്ലാസ് നെയിം ഇടണമെന്നില്ല, പേര് മാത്രം അവിടെ കൊടുത്തതിന് ശേഷം അതിന് സ്റ്റൈൽ കൊടുത്തു കഴിഞ്ഞാൽ ഇന്നർ ടാഗിനുള്ളിലെ ഏത് ടാഗാണ് നമ്മളിവിടെ കൊടുത്തത് അതിനുള്ളിൽ മാത്രം ഇതിന്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് ഞാൻ കഴ്സർ വെച്ചിരിക്കുന്ന ഭാഗത്ത് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റൈലുകൾ ബാധകമാകും. ശ്രദ്ധിച്ചു കേട്ടാൽ മനസ്സിലാകും. മനസ്സിലായെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മള് കളർ എന്താണ് മാറ്റി വരുത്തുന്നത് വെച്ചോ, ബാക്ക്ഗ്രൗണ്ട് കളർ കറുപ്പാക്കാം. അതെ, H3 ബാക്ക്ഗ്രൗണ്ട് കളർ മാത്രം മതി, പാരഗ്രാഫിന്റെ മാറ്റില്ല. മനസ്സിലായോ? കാരണം ഈ ക്ലാസ്സിനുള്ളത് H3 മാത്രമാണ് ബാധകമാകും. ഇപ്പം അതേ ക്ലാസ്സിനുള്ളത് പാരഗ്രാഫിന് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കൊടുക്കണം. വൈറ്റ് കൊടുത്തപ്പോൾ ബാധകമാകും. നിർത്തിക്കാൻ ടെക്സ്റ്റിന്റെ കളറെല്ലാം മാറും. കളർ ചെയ്യാം, ബ്ലാക്ക് കൊടുക്കാം. കളർ കൊടുത്തൊരു കാര്യമില്ല, അതിനകത്തുള്ള ടെക്സ്റ്റ് ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കാം. ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണെങ്കിൽ അതിന് ബാധകമാകും. ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ ടാഗിന്റെ ഉള്ളിൽ കൊടുത്തേക്കുന്ന കോഡുകൾക്കാണ്. അതിനുശേഷമാണ് അതിന്റെ ഉള്ളിൽ കോഡ്, അതിനുശേഷം മാത്രമേ പുറത്തുള്ള ഇങ്ങനെ സ്റ്റൈലായി കൊടുക്കുന്ന കോഡ് ബാധകമാവും. ഇപ്പൊ നമ്മളിവിടെ കളർ ബ്ലാക്ക് കൊടുത്തിട്ട് പിന്നെ ബ്ലാക്ക് ആണ്. ബാക്ക്ഗ്രൗണ്ട് കളറാണ്, പാരഗ്രാഫിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആയി, പക്ഷെ കളർ ബ്ലാക്ക് കൊടുത്തിട്ട് ബ്ലാക്ക് ആയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ പി എന്ന് പറഞ്ഞ ടാഗിന്റെ ഉള്ളിൽ ഒരു കളർ ആട്രിബ്യൂട്ട് വൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ബ്ലാക്ക് ആണല്ലോ മാറ്റി കൊടുക്കുന്നത്. ഇപ്പൊ ബ്ലാക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും
ടാഗിന്റെ ഉള്ളിൽ. സെക്കൻഡ് പ്രയോറിറ്റി സ്റ്റൈലിലായിരിക്കും. തേർഡ് പ്രയോറിറ്റി ആണ് നമുക്ക് പറയാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു സ്റ്റൈലിന്റെ ആവശ്യമില്ല, ജസ്റ്റ് കാണിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതിന് നമുക്ക് ഇവിടെ നിലവിലുള്ള സ്റ്റൈലായിരിക്കും വെച്ചത്. കളർ വൈറ്റാണ് കൊടുക്കുന്നത്, തന്നെ കൊടുക്കാം. നേരത്തെ ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് കളർ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് ആക്കിയത് ആവശ്യം. ഓക്കെ, ഏകദേശം ഇതുപോലായിട്ടുണ്ട്. ഈ മൂന്നാമത്തെ മെത്തേഡ് നമുക്ക് പരിചയപ്പെടാം, CSS എങ്ങനെ ഉപയോഗിക്കാം. എന്താണ് CSS എന്ന് വെച്ചാൽ, CSS സ്റ്റാൻഡ്സ് ഫോർ കാസ്കേഡിംഗ് സ്റ്റൈൽസ് ഷീറ്റ്സ് എന്നാണ് പറയുന്നത്. It's used to style the HTML structure to build. You build. Think of HTML as the skeleton and CSS as the bolts and method. അതായത് സ്റ്റൈൽ ചെയ്യുമ്പോൾ അതിൽ നേരത്തെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ HTML എന്ന് പറഞ്ഞ ഒരു അസ്ഥികൂടം പോലെ, അല്ലെങ്കിൽ ഒരു വീട് വരച്ചതിന്റെ ഒരു വരപ്പ് മാത്രം, ഒരു ബോൺ മാത്രം, അതിനകത്ത് പെയിന്റ് ഒക്കെ ചെയ്യുന്നതാണ് CSS എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കുന്നത് മനസ്സിലാവും. അപ്പോൾ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ് എന്നാണ് CSSന്റെ ഫുൾ ഫോം. അപ്പോൾ അത് എങ്ങനെ എടുത്ത് നമ്മുടെ മൂന്നാമത്തെ മെത്തേഡാണ്. നമ്മുടെ സ്റ്റൈൽ ഇതിനകത്തല്ലേ ഉപയോഗിച്ചത്. അപ്പൊ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് വീണ്ടും ഒരു വൃത്തിയാണെങ്കിൽ നമുക്ക് പുതിയൊരു പേരുണ്ട്. ഇങ്ങനെ CSSന്റെ വേണ്ടി പ്രത്യേക ഒരു ഫയലാണ് ക്രിയേറ്റ് ചെയ്യാം. അതായത് നമ്മൾ ഇൻഡെക്സ് ഡോട്ട് HTML ക്രിയേറ്റ് ചെയ്തത് അതുപോലെ വേറെ ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഐക്കൺ ന്യൂ ഫയൽ എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അവിടെ സ്റ്റൈൽസ് CSS സ്റ്റൈൽസ് ഞാൻ ഇട്ടതാണ്. പൊതുവെ ഒരു സാധാരണ അങ്ങനെ ഇടുന്നത് യൂഷ്വലി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം. CSS എന്നിട്ട് എന്റെ കൊടുത്താണ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇത് വന്നു. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ പറയുന്ന സ്റ്റൈലിനകത്തുള്ള ടാഗിന്റെ ഉള്ളിലുള്ള സാധനം, സ്റ്റൈൽ ടാഗ് ഇടരുത്, ടാഗ് ഇട്ടാലേ ഓർമ്മ വരും. ടാഗിന്റെ ഉള്ളിലുള്ള സാധനം ഇതെല്ലാം എന്ത് ചെയ്യാം, കോപ്പി ചെയ്തിട്ട് കോഡെല്ലാം കോപ്പി ചെയ്യാം. അപ്പൊ ഞാൻ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടിടാം. ഓക്കെ, അപ്പോൾ സ്റ്റൈൽ അവിടെ ആയിട്ടുണ്ട്. ഇനി സ്റ്റൈൽ വേണ്ട. ഇനി അത് നമുക്ക് ബാധകം ആകുമോ എന്ന് നമുക്കിപ്പോ ബാധകമായില്ല. നേരത്തെയുള്ള സ്റ്റൈലെല്ലാം പോയി. കാരണം എന്താണ്, നമ്മൾ ലോഡ് ചെയ്ത HTML ഫയലാണ്. ഈ HTML ഫയലിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നത്. ഇപ്പോ എന്താ സ്റ്റൈലുകളൊക്കെ ഡിഫൈൻ ചെയ്തിരുന്നത് HTML ഫയലിലാണ്. ഇപ്പോ ആ ഡിഫൈൻ ചെയ്തിരുന്ന സാധനങ്ങളും HTML ഫയലുമാണ് യാതൊരു ബന്ധമില്ല. അതിന് പുറത്ത് മറ്റൊരു ഫയലിലാണ് കിടക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, ഈ പുറത്തുള്ള സ്റ്റൈൽസ് ഡോട്ട് CSS എന്ന ഫയലിനെ HTML ഫയലുമായിട്ട് ബന്ധം ഉണ്ടാക്കണം. നമ്മൾ ഇൻഡെക്സ് ഡോട്ട് HTML എന്ന ഫയലിന് ബന്ധം ഉണ്ടാക്കണം. ഇങ്ങനെ ഉണ്ടാക്കും. നമ്മുടെ ഹെഡ് എന്ന് പറയുന്ന ടാഗിന്റെ ഉള്ളിലേക്ക് വരിക. HTML ഹെഡ് എന്ന് പറയുന്ന ടാഗിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് അവിടെ ലിങ്ക് അവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ അവിടെ സെലക്ഷൻ വരും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അവിടെ ഓട്ടോമാറ്റിക്കലി ഈക്വൽ ടു സെലക്ഷൻ വരും. HREF അതിന്റെ ഉള്ളിൽ നമ്മൾ ലിങ്ക് കൊടുക്കണം. എന്താ ലിങ്ക്? നമ്മുടെ ഈ സ്റ്റൈൽസിന് ലിങ്ക് കൊടുക്കുക. ജസ്റ്റ് എന്ത് ചെയ്യാം, സ്റ്റൈൽസ് ടൈപ്പ് ചെയ്യുമ്പോൾ സെലക്ഷനായിട്ട് സ്റ്റൈൽസ് ഡോട്ട് CSS വരും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ HTML ഫയലിന് സ്റ്റൈൽസ് ഡോട്ട് CSS എന്ന് പറയുന്നത് നമ്മൾ പുറത്ത് ക്രിയേറ്റ് ചെയ്ത ഫയലോട് ബന്ധമായി കഴിഞ്ഞു. നിങ്ങൾ മറ്റൊരു ഫോൾഡറിന്റെ ഉള്ളിലാണ് സ്റ്റൈൽസ് ഡോട്ട് CSS ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഫോൾഡറിന്റെ പേര് ടൈപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ സ്റ്റൈൽസ് ഡോട്ട് CSS ടൈപ്പ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ലോഡ് ആയിട്ടില്ല, ഒന്ന് റീലോഡ് ചെയ്തു. ഓക്കെ, ഇപ്പൊ അത് വർക്കായിട്ട്. ഇപ്പോൾ കൂടുതൽ സൗകര്യമാണ് കോഡ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ CSS മനസ്സിലായില്ലേ? അപ്പൊ സ്റ്റൈല് കൊടുക്കുന്നത് ഈ രീതിക്കാണ് CSS മുഖേന കൊടുക്കുന്നത്.
കൂടുതൽ സൗകര്യപ്രദമാണ്. നമ്മുടെ ഹോം സെക്ഷന് മാത്രം ഇത്രയും ക്രിയേറ്റ് ചെയ്തു. ഇവിടെ എബോട്ടിന് വേണ്ടി മുകളിൽ ഒരു വയലറ്റ് കളർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ചെറിയ കാര്യങ്ങൾ പഠിക്കാം. അതായത് നമ്മളിങ്ങനെ കോഡുകൾ നിരത്തി എഴുതി പോകും. എന്തിന്റെയാണ് എന്ന് ചിലപ്പോൾ എന്തില്ല അറിയാൻ പറ്റില്ല. ഒരുപാട് എണ്ണങ്ങൾ കൂട്ടിക്കലർത്തി എഴുതാതെ ഹോം സെക്ഷന്റെ കോഡ് ഹോം സെക്ഷന്റെ സൈഡിൽ ഒരു ഭാഗത്ത്, അതായത് ഇപ്പൊ ഇവിടെ ഹോം സെക്ഷൻ എന്ന് എഴുതി ഞാൻ അതിനെ കമന്റ് ചെയ്യണം. കൺട്രോൾ \/ ക്ലിക്ക് ചെയ്താൽ അവിടെ കമന്റ് ആവും. കൺട്രോൾ \/ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ആണ് കമന്റ് ആക്കി. കമന്റ് എന്ന് പറഞ്ഞാൽ വെറുതെ ജസ്റ്റ് വായിക്കാന്നുള്ളത്, കോഡായിട്ട് പുറത്തില്ല. നമുക്ക് മറ്റു കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഡെവലപ്പേഴ്സ് എഴുതി കൊടുക്കണം. ചില കാര്യങ്ങൾ ഇപ്പോൾ മറ്റൊരു ഡെവലപ്പർ നോക്കുമ്പോൾ ഇത് എന്താണ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡെവലപ്പേഴ്സിനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു നോട്ട് പോലെ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കമന്റ് എന്ന് പറഞ്ഞ സംവിധാനം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കൺട്രോൾ +\/ ഞെക്കി കഴിഞ്ഞാൽ ആ നമ്മുടെ കഴ്സർ ഇരിക്കുന്ന ലൈൻ എന്ത് ചെയ്യും? കമന്റ് ആവും. അതാണ് ഞാൻ കമന്റ്. അപ്പൊ നമ്മുടെ കോഡിനകത്ത് കൊണ്ടുവന്നിട്ട് കഴ്സറോടെ കൊണ്ടുവച്ചിട്ട് കൺട്രോളും ഞെക്കി പിടിച്ചതിന് ശേഷം \/ ഞെക്കി പിടിച്ചാൽ അത് കമന്റ് ആവും, എറർ ആവും. ഓക്കെ, കമന്റ് ആയിരിക്കും, പക്ഷെ എറർ ആവും, കാരണം കോഡ് തെറ്റുകയാണ്. ഓക്കെ, അപ്പോൾ style.css പഠിച്ചു. എങ്ങനെയാണ് സ്റ്റൈൽ ഇവിടെ എന്തിനാണ് ചെയ്യുന്നത് പഠിച്ചു. ഫസ്റ്റ് പേജ് നമ്മൾ ഡിസൈൻ ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഇന്നലെ ടാസ്ക് നോക്കിയാൽ നമുക്ക് ഇത്രയും മതി. സ്റ്റൈലിംഗ് മാത്രമാണ് ഉദ്ദേശിച്ചത്. നാളെ നമ്മൾ ഈ വെബ്സൈറ്റ് ഫുള്ളായിട്ട് എങ്ങനെ ചെയ്യുന്നു അത് നാളെ പഠിക്കും. അടുത്ത ക്ലാസ് പഠിക്കും. ഇവിടെ ഇപ്പോ ഇങ്ങനെ വന്നു. അപ്പൊ ഇവിടെ രണ്ടാമത് വന്നിരിക്കുന്നത് സർവീസസ് ആണ്. മൂന്നാമത് വന്നിരിക്കുന്നത് എബൌട്ട് മീ സെക്ഷൻ ആണ്. ഈ എബൌട്ട് മീ സെക്ഷൻ ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തത്. എബൌട്ട് മീ സെക്ഷൻ ആണ് ക്രിയേറ്റ് ചെയ്തത്. ഞങ്ങൾക്ക് ഫോട്ടോ ഇവിടെ വരണം, ടെക്സ്റ്റ് മുകളിൽ എബൌട്ട് മീ എന്നുള്ള ഹെഡിങ്, ഇവിടെ നിങ്ങളുടെ എന്താണ് നിങ്ങളെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ. നമുക്ക് ഇത് നോക്കി വെക്കാം, സ്ക്രീൻഷോട്ട് എടുക്കാം, എന്നിട്ട് ഇതുപോലെ എന്ത് ചെയ്യാം ആക്കുക. നമുക്ക് ഇതുപോലെ ആക്കിയതുപോലെ ഈ ഒരു സെക്ഷൻ പോലെ താഴെ ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണം. താഴെ കളർ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, പക്ഷെ എബൌട്ട് മീയുടെ ഈ ഒരു ഫോട്ടോ ഇപ്പുറത്തന്നെ വരണം. ഇവിടെ വലിപ്പത്തിൽ എബൌട്ട് മീ കാണിക്കണം. താഴെ നിങ്ങളെ കുറിച്ച് ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതുക. ഓക്കെ, അപ്പൊ അതാണ് ഇന്നത്തെ ടാസ്ക്. ഓക്കെ, ബൈ.